ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് നാളെ തുടക്കം കുറിക്കും. മുന്നോടിയായി യജ്ഞാചാര്യൻ കോഴിക്കോട് കല്ലമ്പള്ളി ജയൻ നമ്പൂതിരിയെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. This news brought to by ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. മുന്നോടിയായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളും ഭക്തരും ചേർന്ന് യജ്ഞാചാര്യൻ കോഴിക്കോട് കല്ലമ്പള്ളി ജയൻ നമ്പൂതിരിയെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് യജ്ഞാചാര്യൻ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ മാഹാത്മ്യം വർണ്ണിച്ചു. യജ്ഞത്തിൻ്റെ ഒന്നാം ദിനമായ ഡിസംബർ 2 സൂതശൗനക സംവാദം, കുന്തിസ്തുതി, ഭീഷ്മസ്തുതി, പാണ്ഡവ സ്വർഗാരോഹണം, വരാഹാവതാരം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്ത് വ്യാഖ്യാനം നടത്തും. ഡിസംബർ 17 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന അഷ്ടബന്ധ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠ മഹോത്സവത്തിൻ്റെ ഭാഗമായാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത്. ഉത്സവാഘോഷങ്ങൾക്കായും ഉത്സവദിനങ്ങളിലെ അന്നദാനം, ആറാട്ട് സദ്യ എന്നിവയ്ക്കെല്ലാം നിരവധി ഭക്തർ തങ്ങളുടെ സംഭാവനകൾ ക്ഷേത്രസന്നിധിയിൽ സമർപ്പിക്കുന്നുണ്ട്. സോന ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ് ഉടമ ഉത്തം സേട്ട് വെള്ളിവിളക്ക് ക്ഷേത്രത്തിലേക്ക് സംഭാവന ചെയ്തു. അപ്സര ജ്വല്ലറി ഉടമ ഇ രവീന്ദ്രനും കുടുംബവും വെള്ളി കെട്ടിയ ശംഖ് സംഭാവന ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് എസ് കുമരേശൻ സംഭാവനകൾ ഏറ്റുവാങ്ങി. ഡിസംബർ 5 ഉച്ചയ്ക്കുള്ള മുഹൂർത്തത്തിൽ അഷ്ടബന്ധ ദ്രവ്യ ധ്വജപ്രതിഷ്ഠ നടക്കും. ഡിസംബർ 10 രാത്രി 9 ഉത്സവത്തിന് കൊടിയേറും. CCNet ന്യൂസ്, ചെറുപുഴ. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്കെന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുമോ?
ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.